അസ്ഥികൾക്കുണ്ടാവുന്ന തേയ്മാനവും അതുപോലെ അസ്ഥി ഒടിവുമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഒരു അമൃതത്തിന് തുല്യമായിട്ടുള്ള ഒരു ഔഷധമാണ് ചങ്ങലം പരണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ളവർക്ക് ചങ്ങലം പരണ്ടയുടെ തൈലം പുറമേ പുരട്ടുന്നതും അതുപോലെ തന്നെ ചങ്ങലം പരണ്ട പൊടിച്ചത് കൃത്യമായിട്ടുള്ളൊരളവിൽ ഉള്ളിലേക്ക് ദിവസേന കഴിക്കുന്നതും അസ്ഥി ഒടിവാണെന്നുണ്ടെങ്കിൽ അസ്ഥി കൂടിച്ചേരുന്ന ആ ഒരു പ്രക്രിയയെ വേഗത്തിലാക്കുവാനും അതേപോലെ തന്നെ നല്ല കരുത്തുള്ളതാക്കാനും ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ തേയ്മാനവും ഇല്ലാതാക്കുന്നു. ചങ്ങലം പരണ്ട സസ്യം അതുപോലെ തന്നെ വളരെ അപൂർവമായിട്ടുള്ളൊരു സസ്യമാണ് എല്ലൊടിയൻ എന്ന് പറയുന്നത്. അത് കേരളത്തിലേക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു റെയർ സസ്യമാണ്. അപ്പം അങ്ങനെയുള്ള സസ്യമൊക്കെ ചേർന്നിട്ടുള്ള അതുപോലെ തന്നെ നീർനാശിനി, ഞരമ്പ് ഉടൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലടങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തൈലമാണ് അസ്ഥിവജ്ര തൈലം എന്ന് പറയുന്നത്. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു തൈലമാണ്. അപ്പോൾ ഈ ഒരു അസ്ഥിവജ്ര തൈലം പുറമേക്ക് പുരട്ടുകയും അതേപോലെ തന്നെ ചങ്ങലം പരണ്ടയുടെ പൗഡർ കൃത്യമായ ഒരളവിൽ ഉള്ളിലേക്ക് കഴിക്കുകയും ചെയ്യുന്നത് ഇതുപോലെ അസ്ഥികൾക്ക് ഏത് ജോയിൻറ്റിൽ വരുന്ന തേയ്മാനമാണെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് അസ്ഥി ഒടിവുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് കൂടിച്ചേരാനായിട്ട്, അതായത് അസ്ഥി കൂടിച്ചേരുന്ന പ്രോസസ്സിങ് കുറച്ചുകൂടെ ഒന്ന് വേഗത്തിലാക്കുന്നു ഈ ഒരു ചങ്ങലം പരണ്ടയുടെ ഉപയോഗം. അപ്പോൾ നിങ്ങൾക്കിത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുകളിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്കിത് ഓർഡർ ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വഴിയും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്യാവുന്നതാണ്.